ഇത് പറയുന്നത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നാലും ഞാൻ പറയുവാണ്, ഒരുപാട് പേരുടെ ബിസിനസ്സാണ്. പക്ഷേ ഒരാളുടെ ജീവിതവും ഭാവിയും നശിപ്പിച്ചാവരുത് ഒരു ബിസിനസ് ചെയ്യേണ്ടത്. അതായത് ഫേക്ക് ഫോളോവേഴ്സ് അല്ലെങ്കിൽ പെയ്ഡ് ഫോളോവേഴ്സ്, പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പല ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇങ്ങനെ നമ്മളുടെ ഒരു പേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊക്കെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതായത് ആദ്യം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പെയ്ഡ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ചെയ്യുന്നത്? അതായത് അധിക ആളുകളുടെയും മൈൻഡ്സെറ്റ് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു 1000 ഫോളോവേഴ്സ് ഉള്ളവരാണെങ്കിൽ എനിക്കൊരു 10,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. 10,000 ഫോളോവേഴ്സ് ആണെങ്കിൽ ചിന്തിക്കുന്നത് ഞാനൊരു 1,00,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഇത് തെറ്റാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം അടുത്ത പോയിന്റിൽ ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് അവറും മോണിറ്റൈസേഷനും ആക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളിപ്പോൾ തന്നെ അത് നിർത്തണം എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരാൾ സമീപിച്ചിട്ട് പറയുകയാണ്, നിങ്ങളൊരു 6,500, 7,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ തന്നിട്ട് നിങ്ങളൊരു ഫേക്ക് ഫോളോവേഴ്സിന് അല്ലെങ്കിൽ പെയ്ഡ് ഫോളോവേഴ്സിന് ഞാൻ കയറ്റിത്തരാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര ഇതുണ്ട്. സത്യമാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ടാവും. ഇവരെങ്ങനെയായിരിക്കും പെയ്ഡ് ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കയറ്റുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ 10,000 പേരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നു? അല്ല, ഒരിക്കലും അല്ല. ഇവർ കയറ്റുന്നത് ബോട്ടിനെയാണ്, അല്ലെങ്കിൽ അനക്കമില്ലാത്ത ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ട്സിനെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 1,00,000 ഫോളോവേഴ്സായി, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷനായി. അവിടെ എന്താ സംഭവിക്കുക? നിങ്ങളപ്പോൾ വളരെ സന്തോഷത്തോടെ അടുത്ത വീഡിയോ മുതൽ എനിക്ക് പൈസ കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ഇപ്പോൾ ഇത്രയും ആളുകൾ, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ടൈം ആക്കി തന്ന ആളുകൾ, ഇവരൊക്കെ ആക്റ്റീവ് അല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,00,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചോ, നിങ്ങൾക്ക് ആകെ കിട്ടി 250 വ്യൂസാണ്. കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ, ഇൻസ്റ്റഗ്രാം ഒന്ന് ഈ ഫോളോവേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം. ഇനി ഇൻ കേസ് ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്താ കരുതുക? ഇവന് 10,000 ഫോളോവേഴ്സ് ഉണ്ട്, 1,000 പേര് പോലും ഇവൻ്റെ വീഡിയോ കാണുന്നില്ല. പിന്നെ ഈ വീഡിയോ എന്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യണം? നിങ്ങളുടെ എത്ര നല്ല വീഡിയോ ആണെങ്കിലും അവിടെ കയറിപ്പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരുടെ ഉപജീവന മാർഗം ആണെങ്കിൽ പോലും നമ്മളിത് സത്യത്തിൽ വലിയൊരു സ്കാമാണ്. ഈ ഒരു സ്കാമിൽ നമ്മൾ പെട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടായ ഒരാളെ കാണിച്ചു തരാമോ? പെയ്ഡ് ഫോളോവേഴ്സിനെ കയറ്റിയിട്ട് എൻ്റെ അക്കൗണ്ട് റീച്ചായി, എൻ്റെ അക്കൗണ്ടിൽ കൂടുതൽ വ്യൂസ് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പണിയായി ഇവിടെ നിർത്തും, ബോട്ട്സിനെ കയറ്റിയിട്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഓഡിയൻസിന് ഈ ഒരു കേസസിൽ ഒരു 99.9% ആവുന്നില്ല. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, അതിന് ജീവനില്ല, ഈ ഫോളോവേഴ്സിന് ജീവനില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ. നിങ്ങൾ ഒരു ശ്മശാനത്തിൽ ചെന്നിട്ട് ഞാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങൂ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇങ്ങനെയാണ്, എൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങളൊരു ശ്മശാനത്തിൽ ചെന്ന് പറയുന്നത് പോലെയാണ് ഒരു നിങ്ങളുടെ ഫേക്ക് ഫോളോവേഴ്സ് അല്ലെങ്കിൽ പെയ്ഡ് ഫോളോവേഴ്സ് ആയിട്ട് കയറ്റിയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ചെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കേൾക്കാത്ത 10,000 അല്ലെങ്കിൽ 1,00,000 പേരെയാണോ നിങ്ങൾക്ക് ആവശ്യം? നേരെ മറിച്ച് നിങ്ങളുടെ കേൾക്കുന്ന ഒരു 100 പേരെയാണോ ആവശ്യം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പെയ്ഡ് ഫോളോവേഴ്സിനെ കയറ്റി ഒരു 50,000 ഫോളോവേഴ്സ് ആക്കി. ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. വീഡിയോസിന് എല്ലാത്തിനും 50 വ്യൂസും 100 വ്യൂസും 200 വ്യൂസും ആണ്. നിങ്ങളൊരു ബ്രാൻഡാണ്, നിങ്ങളൊരു ബിസിനസ്മാനാണ്. നിങ്ങൾ ഇതിൻ്റെ ആ ഒരു 50,000 ഫോളോവേഴ്സ് മാത്രം കണ്ടിട്ട് എനിക്കൊരു ബ്രാൻഡ് ഡീൽ തരുമോ? ഇല്ലല്ലോ. എൻ്റെ റീച്ച് നിങ്ങൾ ചെക്ക് ചെയ്യില്ലേ? ഇതേപോലെ തന്നെയാണ് ഓരോ ബ്രാൻഡ്സും ബിഹേവ് ചെയ്യുന്നത്. അവർ വെറുതെ വന്ന് നമുക്ക് ഫോളോവേഴ്സ് തരില്ല. അവർ വെബ്സൈറ്റിൽ ഇട്ടിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഫേക്ക് ഫോളോവേഴ്സ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയാം, രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും താഴെ പറയാം. നേരെ മറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓഡിയൻസിനെ കറക്റ്റായ രീതിയിൽ ബിൽഡ് ചെയ്യണം. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയൊരു സാമ്രാജ്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ പല നീഷിലായിട്ട് ഒരുപാട് കോണ്ടന്റ് ഡെയിലി ബേസിസിൽ ഇടുന്ന ഒരാളാണ്. സോ ഞാനൊരു 5 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെക്ഷൻസും ഒരുപാട് മണിക്കൂറൊക്കെ വരുന്ന വളരെ ഡീപ്പായിട്ടുള്ളൊരു കോഴ്സാണ്.
നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ പേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റീച്ച് കിട്ടാത്തതോ അല്ലെങ്കിൽ വ്യൂസ് വരാത്ത പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഭാഗത്ത് ഇപ്പോൾ ഒരു വീഡിയോ വന്നില്ലേ, ആ വീഡിയോയിൽ നിങ്ങൾക്ക് നൈസായിട്ട് എങ്ങനെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് വന്നിട്ടും ഫോളോവേഴ്സ് വരാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അടുത്ത ഭാഗത്ത് മറ്റൊരു വീഡിയോ കണ്ടില്ലേ, അതിൽ ഗീവേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഗീവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സ് കയറുന്നൊക്കെയാണ് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ അത് സത്യത്തിൽ നമ്മുടെ ചാനലിനെ നശിപ്പിക്കുകയാണെന്നുള്ളൊരു സംഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ ഗീവ് അവേ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.